നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എപ്പോഴൊക്കെ പുതിയൊരു ടീം പ്രഖ്യാപനമോ നായകമാറ്റമോ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെയും വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും കായിക ലോകത്ത് ഉടലെടുക്കാറുണ്ട്. പലപ്പോഴും സെലക്ടർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ ആരാധകരും മുൻതാരങ്ങളും രണ്ട് ചേരിയായി തിരിഞ്ഞു വാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഒരു കളിക്കാരന്റെ കരിയറിലെ ഉയർച്ച താഴ്ചകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ക്രിക്കറ്റ് ലോകം പുതിയ തീരുമാനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഗ്രൗണ്ടിലെ മികച്ച പ്രകടനങ്ങൾക്ക് പുറമെ ഒരു കളിക്കാരന്റെ കഠിനാധ്വാനവും മാനസികാവസ്ഥയും കൂടി പരിഗണിച്ചാണ് പലപ്പോഴും വലിയ പദവികൾ അവരെ തേടിയെത്തുന്നത്. വരാനിരിക്കുന്ന വലിയ വിദേശ പര്യടനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് BCCI എടുത്ത പുതിയ തീരുമാനങ്ങളെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മുൻ ഇതിഹാസ താരം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വായനക്കാർക്കിടയിൽ വലിയൊരു ജിജ്ഞാസയാണ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഈ പുതിയ നായകസ്ഥാനത്തെക്കുറിച്ചും ടീം ലൈനപ്പിനെ കുറിച്ചും അണിയറയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണ ക്രിക്കറ്റ് പ്രേമിയുടെയും ചോര തിളച്ചു പോകും. ഒരു വശത്ത് പ്രതിഭയുള്ള പല കളിക്കാരെയും ഫോമിലായിരുന്നിട്ടും ബോധപൂർവം മാറ്റി നിർത്താൻ ചില ലോബികൾ പുതിയ കുത്തിത്തിരിപ്പുകൾ നെയ്തുകൂട്ടുമ്പോൾ, മറുഭാഗത്ത് ടീമിൽ നിന്നും പുറത്തായ സമയത്ത് പോലും നിരാശനാകാതെ കഠിനാധ്വാനം ചെയ്ത മറ്റൊരു താരത്തെയാണ് തലപ്പത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും വിഷമിച്ചിരിക്കാതെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിപ്പോയി രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി എന്നിവയിലെല്ലാം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഒരു കളിക്കാരനെയാണ് ഇപ്പോൾ BCCI നായകനാക്കിയിരിക്കുന്നത്. ഇതേ കഠിനമായ വഴിയിലൂടെ തന്നെയാണ് മറ്റൊരു പ്രമുഖ താരമായ ഇഷാൻ കിഷനും തന്റെ ഫോമിലേക്ക് തിരികെ വന്നത് എന്നത് കായിക രംഗത്തിന് വലിയൊരു നന്മയായി കാണാൻ സാധിക്കും. പുറമെ സിസ്റ്റത്തിന്റെ കുറ്റങ്ങൾ മാത്രം പറയുന്നവർക്ക് മുന്നിൽ കൃത്യമായ സമയത്ത് കഠിനാധ്വാനത്തിനുള്ള ഫലം ആ താരത്തെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. സെലക്ടർമാരുടെ ഇത്തരം അപ്രതീക്ഷിത തീരുമാനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ രീതിയിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചുകാലമായി ഇന്ത്യയെ പ്രമുഖ ടൂർണമെന്റുകളിൽ വിജയങ്ങളിലേക്ക് നയിച്ച ചില സീനിയർ താരങ്ങളെ പെട്ടെന്ന് ഒരു പരമ്പരയിൽ നിന്നും ഒഴിവാക്കുമ്പോൾ അത് ആരാധകരിൽ വലിയ രീതിയിലുള്ള അമർഷവും ദേഷ്യവും ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ട്